Hi, welcome to your channel X Army Suresh Lifestyle. കോഴി വളർത്തുമ്പോൾ കോഴികൾക്ക് കൊടുക്കാനുള്ള അത്യാവശ്യമായിട്ടുള്ള ഏതെല്ലാം മരുന്നുകൾ ആണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കെടുത്തത്. വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു. നേരെ വീഡിയോയിലേക്ക് പോകാം. വേനലാണ്. ആൾറെഡി ചൂട് സമയം തുടങ്ങിയ കോഴിയെ നിങ്ങൾ ഡെയിലി രാവിലെ തന്നെ തീറ്റ കൊടുക്കാൻ പോകാൻ നേരത്ത് എല്ലാ കോഴികളെയും നിരീക്ഷിക്കണം. ഏതെങ്കിലും കോഴിയോ ഒന്ന് ക്രാവിയോ തൂങ്ങിയോ നിന്ന് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ മരുന്നുകൾ കൊടുക്കണം. ആഴ്ചയിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും നിങ്ങൾ കോഴികൾ വല്ല തൂങ്ങലമായിട്ട് നിൽക്കുന്നു കഴിഞ്ഞാൽ ഇതാണ് ലിക്സാൻ പൗഡർ. ഇത് പനിക്കും തൂങ്ങിക്കുന്നതിനായിട്ടൊക്കെ ഉള്ള മരുന്നാണ്. ഇത് 1 ലിറ്റർ വെള്ളത്തില് അര ടീസ്പൂണാണ്. ഇതുപോലത്തെ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. ഇത് തീരുമ്പോൾ വീണ്ടും വാങ്ങിക്കുക. ഇത് അര ടീസ്പൂൺ ആണ് കൊടുക്കാറുള്ളത്. പിന്നെ ഇതാണ് ഇമ്മ്യൂണിറ്റി കെയർ. അത് ഇമ്മ്യൂണോ കെയർ എന്ന് പറയും. ഇമ്മ്യൂണിറ്റിയാണ്. ഇത് ഒരു 1 ലിറ്റർ വെള്ളത്തില് ഒരു 15 ml 20 ml. അപ്പൊ എപ്പോഴും മരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ വെള്ളത്തിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴുകുക. 1 ലിറ്റർ വെള്ളം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 1.5 ലിറ്റർ. അപ്പൊ അത് കുടിച്ച് തീർന്നതിന് ശേഷം ആ ബക്കറ്റ് ഒന്ന് കഴുകുക, ക്ലീൻ ചെയ്യുക. അല്ലെ പിന്നെ രണ്ടാമത് കോഴി മുട്ടയിടാൻ തുടങ്ങിയില്ലെങ്കിലും കൊടുക്കാം. മുട്ടയിട്ട് തുടങ്ങിയാൽ ആവശ്യമായിട്ട് കൊടുക്കാനുള്ള ഒരു സാധനമാണ് യോസോബിൻ. ഇത് പല കമ്പനിയുടെയും പല പേരുകളാണ്. അതായത് കാൽസ്യത്തിൻ്റെയാണ്. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെ തോടുണ്ടല്ലോ നല്ല കട്ടിയായി വരും. അതായത് കോഴിക്കും നല്ലതാണ്. നമുക്ക് കിട്ടുന്ന മുട്ടയുടെയും അല്ലെങ്കിൽ എന്താ പറയുക സ്പോഞ്ച് കണക്ക് ഉള്ള മുട്ടയുടെ തോട് ബലമില്ലാത്ത രീതിയിൽ വരും. ഇതാണ് കാൽസ്യം. ഇത് പശുക്കൾക്കും എല്ലാത്തിനും കൊടുക്കുന്നതാണ്. ഏതിനാണ് കൊടുക്കാം. വേണ്ട ലീഫ് 52. ഇത് ബി കോംപ്ലക്സിനൊക്കെ ആയിട്ട് കൊടുക്കാം. അതല്ല കോഴികൾ ആഹാരമൊക്കെ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് കരൾ സംബന്ധമായിട്ട് എന്തെങ്കിലും അതിന് അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവില്ല. അപ്പൊ ഇത് ആഴ്ചയിൽ ഒരു ദിവസം ലീഫ് 52 കൊടുക്കണം. ഇത് ലിക്വിഡാണ്. ആഴ്ചയിൽ ഒരു ദിവസം. മാസത്തിൽ ഒരു പ്രാവശ്യം, ഒരു ദിവസമല്ല ഒരു പ്രാവശ്യം മാത്രം. മാസത്തിൽ ഒരു പ്രാവശ്യം. അതായത് അൽബോമർ. ഇത് ഇര ഇളക്കാനുള്ള മരുന്നാണ് ആൽബോമർ. ഇത്രയാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ എന്നും രാവിലെ കോഴിക്കൂട് എപ്പോഴും വൃത്തിയായിരിക്കണം. ആദ്യം കോഴികളെ നിരീക്ഷിക്കുക. ഓരോന്നിനും സൂക്ഷ്മം ഡെയിലി നോക്കുക. 2 ദിവസം നോക്കാതിരുന്നു കഴിഞ്ഞാൽ കോഴിക്ക് എന്തെങ്കിലും അസുഖം വന്ന് എല്ലാം നിൽക്കും, നമ്മൾ അറിയില്ല. 1-2 കോഴികൾ ഇവിടെ മരണപ്പെട്ടു പോയപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതുകൊണ്ടാണ് ഡെയിലി നോക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഡെയിലി പോയിട്ട് കോഴിക്കൂടിന്റെ അടിവശത്ത്, ഞാൻ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്, മരപ്പൊടി, അതായത് എൻ്റെ ഹൈടെക് കൂടാണ്. ഹൈടെക് കൂടിന്റെ അടിയിൽ പല വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അടിയിൽ നെറ്റ് ഇട്ട് അതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അത് മാറ്റും. എല്ലാ ഞായറാഴ്ചയും
കോഴിക്കാഷ്ടം ഞാൻ റിമൂവ് ചെയ്ത് വൃത്തിയാക്കും. അപ്പൊ ഡെയിലി നമ്മൾ അതിൽ പോയി മരപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പം ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ കോഴിക്കാഷ്ടം പെട്ടെന്ന് ഉണങ്ങുകയും വെള്ളത്തിന്റെ ഈർപ്പം ഇല്ലാതെ ഉണങ്ങും. അതിനാണ് മരപ്പൊടി ഇടുന്നത്. മരപ്പൊടി ഇടുകയും കോഴി അതിന്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ല ശുചിത്വമായിട്ട് കിടക്കും. രണ്ടാമത്തെ കാര്യം, ഇന്നലെ നിങ്ങൾ അതായത് തലേ ദിവസം കൊടുത്ത ആഹാരത്തിന്റെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതിൽ വേറെ കഞ്ചൂസ് കാര്യങ്ങളൊന്നും ചെയ്യരുത്. ബാക്കിയുണ്ടെങ്കിൽ അത് ഒരു പാത്രത്തിൽ മാറ്റി ഒരു തുണി കൊണ്ട് തുടച്ച് നല്ല ക്ലീൻ ചെയ്യാം. അതിനുശേഷം മാത്രമേ ആഹാരം ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഫംഗസ് പിടിപെടും. പിന്നെ അതിന്റെ ഫംഗസ് രോഗങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് മരുന്നും കാര്യങ്ങളുമായിട്ട് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഡെയിലി രാവിലെ ഇത് ചെയ്യുക. വെള്ളം കൊടുക്കുന്ന ബക്കറ്റ് തലേ ദിവസം വേറെ ചിലപ്പം കാൽസ്യത്തിന്റെ കൊടുത്തിരിക്കും, അല്ലെങ്കിൽ 52 ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഇമ്യൂണോ കൊടുത്തോ, അല്ലെങ്കിൽ പനിയുടെ ഏതെങ്കിലും മരുന്ന് കൊടുത്ത് കാണുമല്ലോ. അതുകൊണ്ട് ആ വെള്ളം കളഞ്ഞിട്ട് ബക്കറ്റ് ഒന്ന് വൃത്തിയാക്കി പുതിയ വെള്ളം നിറയ്ക്കുക. അതിനുശേഷം ആഹാരം കൊടുക്കുക. അപ്പോൾ കൂട്ടിന്റെ ശുചിത്വം മെയിനായിട്ട് ഉണ്ടാവണം. തുറന്നിട്ടിരിക്കുന്ന കോഴിക്കാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ അടച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കഴിയുമെങ്കിൽ പുല്ല്, വാഴയില, വാഴത്തണ്ട്, കൂമ്പ് ഇങ്ങനെയുള്ള, പിന്നെ നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കുന്ന മുലക്കറി എല്ലാം അരിഞ്ഞതിന് ശേഷം ആ തൊലിയെല്ലാം കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് കൊടുക്കുക. അപ്പൊ അങ്ങനെയും അത് നമ്മൾ കളയണ്ട. കോഴി വഴി തന്നെ അത് വേസ്റ്റ് നമുക്ക് വളമായിട്ട് കോഴി കഴിച്ചിട്ട് അത് വളമായി കിട്ടുകയും ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോഴി വളർത്തുന്നത് ലാഭം. അത് ചില അത്യാവശ്യം ഞാൻ അവിടെ നോക്കിയിട്ട് എന്റെ ചെലവ് കഴിഞ്ഞ് അപ്പൊ പകുതി നമ്മൾ എത്ര ചെലവാക്കുന്നോ അതിന്റെ ഒരിരട്ടിയും കൂടെ കിട്ടും. ഇതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതൊരു വീട്ടിലെ ചെറിയ ചെറിയ കൃഷിക്കെല്ലാം ആവശ്യമായിട്ട് വളവും കിട്ടും. ആ വളം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. കോഴിക്കാഷ്ടം പണ്ടത്തെ കണക്കല്ല. അതിന്റെ ഇപ്പം ഹൈടെക് കൂട്ടിലൊക്കെ ആണെങ്കിൽ, അല്ലാത്ത രീതിയിലാണെങ്കിൽ നിങ്ങൾ ഡെയിലി എടുത്തിട്ട് മാറ്റി ഒരു സ്ഥലത്ത് ഇടുക. കുമ്മായപ്പൊടി ഇട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ അകത്തിട്ട് അങ്ങോട്ട് ഉണക്കി കഴിഞ്ഞാൽ 15 ദിവസം ആകുമ്പോൾ അത് നല്ല പൗഡറായിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ബൈ. ഹായ്. അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടല്ലോ. കോഴികൾക്ക് അസുഖം വരാതിരിക്കാനുള്ള ഏതെല്ലാം രീതിയിലുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ് ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം സുരേഷ് അന്നാടൻ. ടേക്ക് കെയർ, ബൈ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.